എന്നാൽ മതം ഇടപെടുന്നത് സൗഹൃദത്തിന്റെ മേഖലയല്ല. പലപ്പോഴും മതം അറിയപ്പെടുന്നത്, ഇപ്പൊ മതത്തെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് നിങ്ങൾ ഈ പറയുന്ന സൗഹൃദം എവിടെയെങ്കിലും ഉണ്ടോ? അല്ലല്ലോ. അതല്ലല്ലോ താല്പര്യമുള്ളത്. താല്പര്യം ISIS ആണ്. താല്പര്യം വലിയ വലിയ കുഴപ്പങ്ങളാണ്. താല്പര്യം അതിനും അപ്പുറമുള്ളതാണ്. അപ്പൊ മതത്തിൽ സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മതത്തിന്റെ ചിഹ്നങ്ങൾ സൗഹൃദത്തിന് എതിരായി വിനിയോഗിക്കുന്നവരെ കൂടെ തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോഴേ അത് സത്യസന്ധമാവുള്ളൂ. എല്ലാവരും തരക്കേടില്ല എന്ന് പറയുന്നത് ശരിയല്ല. തരക്കേടില്ലാത്ത ആൾക്കാരുണ്ട്, അവരെ കുറിച്ചും പറയണം. തരക്കേടില്ലാത്ത ആളുകളുണ്ട്, മോശക്കാരുണ്ട്. മോശക്കാരല്ലാത്തവനെ കൂടെ കൂട്ടി കിടന്നിട്ട് സൗഹൃദം ഉണ്ടാക്കിയ ലോകത്ത് സൗഹൃദം ഉണ്ടാവോ? ഉണ്ടാവില്ല. അവൻ ഇതിനകത്തിരുന്ന് മുനാഫിക്കിന്റെ പണിയെടുക്കും. അപ്പൊ ആരാണ് ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള കുഴപ്പക്കാർ? എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഏതു തരത്തിലാണ് അവർ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ ചലനങ്ങൾ? അത് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. എവിടെയാണ് IS എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം. മനുഷ്യത്വ വിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കോന്ന് പറയാം. എന്നിട്ട് ഇബിലിസ് മാറിക്കണമാതിരി കുറച്ച് ദൂരം മാറി നിന്നിട്ട് ഞങ്ങളൊന്നുമില്ലേ, ഞങ്ങൾ കണ്ടോ സാധുക്കള്. നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ആശയം മുഴുവൻ തീയല്ലേ? ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ? ഈ ആശയം മുഴുവൻ മാനവികതക്കെതിരല്ലേ? മറ്റൊരു രാജ്യത്ത് പോയ വായു പോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത്? ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത്? ഒറ്റക്കാര്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സത്യസന്ധമായി ഇവരൊക്കെ പറയേണ്ട ചില വസ്തുതകൾ രാജ്യത്തുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങള്? ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. നമ്മളിവിടെ മദീന കരാർ പോലെ ഇന്ത്യയോട് ബൈഅത്ത് ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവരാ നമ്മൾ. ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട്. ഈ രാജ്യത്ത് പറന്നു വീഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ട്. അതെന്താണ്? അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ? ഞാൻ ഉറപ്പിച്ചു പറയും. ഇവിടെ ബൈഅത്ത് ചെയ്ത ഈ രാജ്യത്തോട്, ഈ രാജ്യത്തിന്റെ ഈ സൗഹൃദവും ഈ സാഹോദര്യവും മറ്റിതര മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥിതിയാണ് ശരിയെന്ന് അസന്നിഗ്ധമായി ഞാൻ പറയും. അങ്ങനെ പറയുമോ? ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാപട്യമാണ്. ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ്. ആ കാപട്യം ഉറയിൽ മറച്ചു വെച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ്. അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ? ഇന്ത്യൻ സെക്യുലറിസത്തോട്, ഇന്ത്യൻ ഡെമോക്രസിയോട്, ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ? ചേരണമെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. നിങ്ങൾ മൗലാന മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവൂ, അലി ശരീഅത്തെ തള്ളി പറഞ്ഞ മതിയാവൂ, സയ്യദ് കുത്തുബിനെ തള്ളി പറഞ്ഞ മതിയാവൂ. സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാന മൗദൂദി മറുകക്ഷത്തും അലി ശരീഅത്തെ തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്? എന്നിട്ട് രാജ്യത്തെ സൗഹൃദത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ തീവ്രവാദത്തിന്റെ പട്ടികയിൽ കൊണ്ടുപോയി ചേർത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും, എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചു തിന്നാലും, ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ, മൗലാന മൗദൂദിയെ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ. അതെന്റെ ബാധ്യതയാണ്, അതെന്റെ ഉത്തരവാദിത്തമാണ്. അതാർക്കും അടക്കമുള്ള ഈ ഉമ്മത്തിന് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതിന്റെ മറവിൽ കടന്നു വരുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഞാൻ അതാണ് പറയുന്നത്. അവരുടെ കയ്യിൽ ആലോചനകളുണ്ട്, അവരുടെ കയ്യിൽ വലിയ ഗൂഢാലോചനകളുണ്ട്. ഇതിനെല്ലാം തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്ഥാനത്തോളം തീർച്ചയായിട്ടും അവർ മുളയിൽ തന്നെ തുള്ളാൻ തീരുമാനിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ ഒരിക്കലും തന്നെ എന്ത് പറഞ്ഞാലും അവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അവരുടെ ഏത് വോട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതില്ല എന്ന് കൂടി ഈ സന്ദർഭത്തിലാണ് പറയാൻ ആഗ്രഹിക്കുക. പോപ്പുലർ ഫ്രണ്ടിനെതിരെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അത്തരം സംഘടനകൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? അല്ല, അങ്ങനെയുള്ള തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളല്ലേ നമ്മുടെ രാജ്യരക്ഷയ്ക്ക് പോലും പ്രതികൂലമായ അത്തരത്തിലുള്ള മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം. അവിടെ ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് വരുന്ന പ്രസ്ഥാനങ്ങളെ പോലീസോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റോ
എതിർക്കുമ്പോൾ അതിനെ ഈ സമുദായത്തിന് മൊത്തമായി എതിർക്കുന്നു എന്ന് ആർക്കും തോന്നുകയില്ല. ഞങ്ങൾ നിർവഹിക്കുന്നത് അത് നിർവഹിക്കും, ജയിച്ചു പോകും, എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങ് ജയിക്കാം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല. ഒരു തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടില്ലെങ്കിൽ തിരക്കടില്ല. ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ മാറ്റം ഉണ്ടാവില്ല. കാവരിപ്പള്ളിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ തോറ്റുപോയത് മഞ്ചേരിയിലാണ്, ലീഗിന്റെ ഉരുക്കുകോട്ടയിലാണ്, ലീഗിന്റെ ശക്തി കേന്ദ്രത്തിലാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു, ഡോക്ടർ മുനീർ തോറ്റു, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തോറ്റു. പടപടപടോ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് മുനിസിപ്പാലിറ്റി പോയി, മലപ്പുറം മുനിസിപ്പാലിറ്റി പോയി. ഞങ്ങൾ തോറ്റ് തുന്നമ്പാടി ഇരിക്കുമ്പോഴും അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തോറ്റ് തുന്നമ്പാടി അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ നഷ്ടപ്പെട്ടാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക ഒരു തീവ്രവാദിയുടെ അടുക്കളയിൽ പണയം വെക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയ്ക്ക് ലീഗ്. ഇക്കാര്യം പരിഗണനയിലുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതെ, അതിനെ സംബന്ധിച്ച് അന്തിമമായി UDF ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയിലുണ്ട്. ഇപ്പൊ ചർച്ചയിലുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ല, UDF ചേർന്നിട്ടില്ലല്ലോ, ചേർന്ന് ഗൈഡ് ലൈൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഈ വക വിഷയങ്ങളൊക്കെ ചർച്ചയിലുണ്ട്, അതും ചർച്ചയിലുണ്ട്.